നമ്മളേ കല്ലെന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ല ഞങ്ങൾ സൂപ്പർ പെർഫെക്റ്റ് കല്ലിട്ടാ മാഷാല്ലാ. നല്ല സെറ്റപ്പ് കല്ല്. അപ്പോൾ ബെൽറ്റ് അടിച്ചിങ്ങനെ പണി ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കൂട്ടോടെ ഇങ്ങനെ ഇറക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇങ്ങനെ കൂട്ടി ഫുള്ള് സെറ്റാക്കി അവിടെ ഇട്ടിരിക്കണം. ടൈമൊക്കെ കോൺക്രീറ്റ് ഇട്ട് ഏകദേശം എന്ത് ചെയ്തിരിക്കണേ ഇവിടെ എത്തിക്കട്ടോ. കോൺക്രീറ്റ് ഇട്ട് ഇവിടെ എത്തിക്കണേ. ചാടിച്ചാൽ നിർത്തിയായിരുന്നു. വൈബ്രേറ്റർ ഉണ്ട്, ഒക്കെ സെറ്റാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഭയങ്കര പ്രശ്നം, കല്ലും വണ്ടിക്കാർക്ക് ഭയങ്കര പരാതി. സമീറ ഇവിടെ പണിയെടുത്തിട്ട് ഈ റോഡൊന്നും ശരിയാക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റിൻ്റെ പണിയെടുത്തിട്ട് കേട്ടോ. അത് അവർക്കറിയില്ല. അപ്പോൾ എന്താണ് ഈ റോട്ടുമ്പതാ ഈ അമ്പ് കണ്ടങ്ങൾ, ഈ അമ്പ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഈ ഒരു വണ്ടി ഒരു ടയർ ചാടി അടുത്ത ടയർ ചാടുമ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് ഒരിക്കലും വണ്ടി വലിയ കിട്ടില്ല. ശരിക്കും അവിടെ അമ്പ് ഔദ്യോഗികമായി കൊടുക്കാൻ പാടില്ല. പക്ഷേ ഈ അമ്പ് ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേലിൽ നിന്ന് വരുന്ന വെള്ളം കച്ചറ കൂടി താഴത്ത് പോയിട്ട് ആ താഴത്ത് ആകെ എളുപ്പമാവും. അതുകൊണ്ട് ഈ അമ്പ് ഇവിടെ വേണം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണവരാ, ഇതിനെ പ്ലെയിൻ ആക്കുക. ഈ സൈഡിൽ നിന്ന് കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കോൺക്രീറ്റ് ഇവിടെ ഫുള്ള് ഇട്ട് കൊടുക്കുക. അപ്പോൾ വണ്ടിക്കാരന് വരുന്നവനക്ക് നല്ല സുഖമായി ലാൻഡിങ്ങിൻ്റെ ഒരു ലാൻഡിങ് അവിടെ ഉണ്ടാക്കി കൊടുക്കും. അവനക്ക് നല്ലൊരു ലാൻഡിങ് ഉണ്ടാക്കി കൊടുത്താൽ വെള്ളം എന്ത് ചെയ്യും, ഇതിൽ കൂടി സിമ്പിളായി പോവുകയും ചെയ്യും. ഇവിടെ വേണമെങ്കിൽ ആ ലാൻഡിങ് തന്നെ ഇങ്ങോട്ട് ക്ലിയർ ലാൻഡിങ് ആയി കൊടുക്കുക. ഓക്കെ, അത് ഫുള്ള് പെർഫെക്റ്റ് ആക്കിയിട്ട് ആണ് ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, നമ്മളൊരു 2 ചാക്ക് സിമൻറ്റ് പോകുള്ളൂ. പക്ഷേ കാലാകാലതാ എൻ്റെ കുട്ടിയെ നന്നാക്കി എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ. അല്ലാഹു എൻ്റെ ഉമ്മാൻ്റെ കബർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതിൻ്റെ പ്രതിഫലം. കാരണം നമ്മളത് പറയാൻ കാരണം എന്താ പറയുക, നമുക്ക് കരാറുള്ള പണിയാണ്. ഇത് മൊത്തം നമുക്ക് കരാറുള്ള പണിയാണ്. ഈ കോമ്പൗണ്ട് വാൾ കംപ്ലീറ്റ് കട്ടൽ മൊത്തം കരാറാണ്. സാധനങ്ങളും കല്ലും മണ്ണും മെറ്റലും ഒക്കെ എൻ്റെ കുട്ടി കൊണ്ടുവരണം. ഞാനിവിടെ ഉണ്ടാവില്ല. കാക്ക ഇന്ന് ഗൾഫ് പോവാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഫുള്ള് റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ പറഞ്ഞാണ്, ഞാൻ ഈ റോഡ് ഞാൻ ആ ഇതിൽ ഇവിടെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടിക്കാരോട് പറഞ്ഞു, ഞാൻ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ല, ഞാൻ ശരിയാക്കി തരാമെന്ന്. കാരണം നമുക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടാണ്. പക്ഷേ ഇവർക്ക് എന്നല്ല, ഈ ബാലക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, അവർക്കൊരു പ്രയാസം വരാത്ത രീതിയിൽ ഇത് സെറ്റാക്കി കൊടുക്കണം. ഇത് എക്കാലത്തും ഒരു നമ്മളെ മാർക്കായിട്ട് എന്ത് ചെയ്യണം, അവിടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. കാരണം ഇനി ഇത് എന്നല്ല, എന്ത് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രയാസമുള്ള ഒരു സൈറ്റുകളിൽ ഇതേമാതിരി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴല്ല അല്ലാഹു അതിൻ്റെ ഉമ്മാൻ്റെ കബർക്ക് എത്തിച്ചു കൊടുക്കണം. ഞാൻ എപ്പോഴും അതാ പറയട്ടെ. ഓക്കെ.